friends, welcome back to നമ്മുടെ channel One Rush. ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മുടെ വീടുകളിൽ സാധാരണ എല്ലാവർക്കും മുറ്റമൊന്നും ഇപ്പോൾ ഇല്ല. പിന്നെ അല്ലെങ്കിൽ മുറ്റമൊക്കെ ഇന്റർലോക്ക് ഇട്ടേക്കുമായിരിക്കും. പിന്നെ നമുക്ക് ഗാർഡൻ വളർത്താൻ സ്ഥലമില്ല. പക്ഷേ ഗാർഡൻ വളർത്താൻ ഒരുപാട് ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മളൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വീട്ടിൽ എനിക്ക് ഇത് കണക്ക് മുറ്റമില്ല, ഇന്റർലോക്കൊക്കെ ഇട്ടേക്കുക. അപ്പോൾ എനിക്ക് ഗാർഡൻ വളർത്താൻ ആഗ്രഹം വന്നപ്പോൾ ഞാൻ ചെയ്ത ഒരു ടിപ്സുമാണ് ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗാർഡൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും അതിനകത്ത് കമൻസ് ഒക്കെ പറയണം കേട്ടോ, എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ പറയണം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് എങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് കാണാം. ഫസ്റ്റ് ഞാൻ യെല്ലോ ആണ് അടിക്കാൻ പോകുന്നത്. ഇത് ഏഷ്യൻ പെയിന്റ്സിന്റെ ആപ്കോലൈറ്റിന്റെ യെല്ലോ കളർ പെയിന്റ് ആണ്. ഇതിന് വലിയ പൈസ ഒന്നുമില്ല, 200 സംതിങ്ങേ ഉള്ളൂ, ½ ലിറ്റർ. എന്നിട്ട് എനിക്ക് ബ്ലൂ ഉണ്ട്. ബ്ലൂ ഞാൻ 200 അത്രേ വാങ്ങിച്ചിട്ടുള്ളൂ. അത് കാണിച്ചു തരാം. 200 ml ബ്ലൂ. ഞാൻ വേറൊരു പെയിന്റ് ഇതിന്റെ ബാക്കിയാണ്. അപ്പം ഇതിനകത്ത് കുറച്ചുണ്ട്. അപ്പം ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇതിന്റെ കൂടെ ഞാൻ ടർപ്പൻറ്റൈനും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ടർപ്പൻറ്റൈൻ എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പം കുറച്ച് തിക്കായിരിക്കും പെയിന്റ്. അപ്പം തിന്നാക്കാൻ വേണ്ടിയിട്ടാണ് ടർപ്പൻ യൂസ് ചെയ്യുന്നത്. ടർപ്പൻ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചെറിയൊരു കോട്ട് മതി. എന്ന് വെച്ചാൽ നമ്മുടെ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പം ഈ പായെല്ലാം തൊക്കെ പിടിച്ച് എങ്ങനെയാ വൃത്തികേടായിട്ടിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് പെയിന്റ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ വേറൊന്നും അല്ല. ഇനി ഞാൻ ബ്ലൂ ആട്ട അടിക്കാൻ പോകുന്നത്. ഭയങ്കര വെയിലുണ്ട്. ഞാനൊരു വാഴയിലയുടെ മറവില ഒന്ന് അടിച്ചിട്ട് പഴയ പാത്രം ഞാൻ എടുത്തേക്കുന്നത്. പഴയ ഒരു ചീറ്റായ പാത്രം. മഞ്ഞ ഞാൻ അടിച്ചു. മഞ്ഞയുടെ സെക്കൻഡ് കോട്ട് അടിക്കാൻ നമുക്ക് പിന്നീട് അടിക്കാം. ഗൈസ്, ഞാൻ പോയി കൈയൊക്കെ ഹാൻഡൊക്കെ വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ അതുവരെ നിങ്ങൾ പോവരുത്, ഇവിടെ തന്നെ വെക്കണം. ഇതൊക്കെ ഒന്ന് ഉണങ്ങി സെറ്റായി വരുമ്പോഴത്തേക്കിനും നമുക്ക് ചട്ടിയായിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നട്ട് ആൻഡ് ബോൾട്ട് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് അത് ഓരോന്നായിട്ട് ഹാൻഡ് ചെയ്ത് അത് സ്ക്രൂ ചെയ്ത് നമുക്ക് പോവാം. അത് നമുക്ക് 20 നമ്പേഴ്സ് വേണം. അതായത് ഒരു പോട്ടിനകത്ത് തന്നെ 2 ഏരിയാസ് ഉണ്ട്. ഇപ്പം ഞാൻ ഇവിടെ ഒരെണ്ണം ചെയ്ത് ഇവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി എല്ലാ കളേഴ്സും നമുക്ക് ഫില്ല് ചെയ്യാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഇടാം. നമ്മൾ ഈ പോട്ട് എവിടുന്നാണ് വാങ്ങിച്ചിരുന്നത്, ആമസോണിൽ നിന്നാണ്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും അത് കണ്ടിട്ട് വരണേ.
വെള്ളയുടെനകത്തിട്ട് ഞാൻ വെറുതെ ഇട്ട് കളക്കുമായിരുന്നു. അതിനകത്ത് വന്ന ഒരാണിക്കകത്ത് ഇല്ല, സ്ട്രയേഷൻസ് ഇല്ല കേട്ടോ, പ്ലെയിൻ ആണ്. അപ്പം ഞാൻ അതിനകത്ത് വെറുതെ ഇട്ട് കറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ സംഭവം നല്ല അടിപൊളി, നല്ല ബിഗ് പോട്ടാണേ. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും വാങ്ങിക്കാൻ. സംഭവം അടിപൊളിയാണ്. നമ്മുടെ വീട്ടിനൊരു കളർഫുൾ ഒരു ഫീൽ തരാൻ വേണ്ടിയിട്ട് ഈ പോട്ടെല്ലാം അടിപൊളിയാണ്, സൂപ്പർ. ഞാൻ ഇതെല്ലാം ഒന്ന് സ്ക്രൂ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഗൈസ്, ഇത് ഇത്രയാണ് നമ്മുടെ പോട്ട്സ്. അപ്പം നമ്മളിതിനകത്ത് മണ്ണ് ഫില്ല് ചെയ്യാൻ പോവുകയാണ്. അപ്പം എനിക്ക് മണ്ണ് ഫില്ല് ചെയ്യാനായിട്ട് അമ്മയുടെ ഹെൽപ്പും കൂടെ ഞാൻ ചോദിച്ചു. അമ്മ ഇപ്പോൾ വരും. അപ്പോൾ ഞാൻ കുളിക്കാൻ പോകുന്നും പറഞ്ഞ് പോയിട്ട് വന്നിട്ട് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുളിക്കാതെ ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ പോട്ട്സിനകത്തെല്ലാം നമുക്ക് മണ്ണ് നിറയ്ക്കാം. മണ്ണ് നിറച്ചിട്ട് നമുക്ക് ഹാങ് ചെയ്തത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ പെയിൻറ്റ് പോയി നോക്കി. നമ്മുടെ ബോർഡിനകത്ത് പെയിൻ്റ് അടിച്ചിട്ടുള്ളത് കുഴപ്പമില്ല. ഉണങ്ങാനടിച്ചിരിയും കൂടെ ഒന്ന് ഒട്ടുന്നുണ്ട് കൈ. ഓക്കെ, നമുക്ക് കുഴപ്പമില്ല. നമുക്ക് മണ്ണൊക്കെ ഫില്ല് ചെയ്ത് വരുമ്പോഴേ ഉണങ്ങുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് മണ്ണ് ഫില്ല് ചെയ്യാൻ പോവാം. വാ, ഫസ്റ്റ് ഞാൻ എന്താ ഈ ചട്ടി എടുക്കും. അമ്മ അവിടെ വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ മണ്ണിന് വേണ്ടി അവിടെ കുഴിയിട്ടുണ്ട്. അപ്പോൾ മണ്ണ് കളക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്തായിരിക്കും നമ്മൾ കളക്ട് ചെയ്യുക. ഇതിൻ്റെ താഴേൽ വെള്ളം പോകാനൊരു ഹോളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ താഴെ ഞാൻ കല്ലിട്ട് കൊടുക്കുവാണ്. കല്ലിട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിനകത്തു നിന്നുള്ള വേപ്പർ ഈ കല്ലിനകത്തുള്ള വെള്ളം തങ്ങി നിന്നിട്ട് ആ ഒരു ഈർപ്പം എപ്പോഴും ആ ചെടിക്ക് കിട്ടാൻ വേണ്ടി എപ്പോഴും നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഡെയിലി. എന്നാലും ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. വന്ന കൂടെ വന്ന് നമ്മൾ കട്ടയുടെ ചെറിയ ചെറിയ പീസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അമ്മ ഇട്ട് തരുന്നത് കേട്ടോ. രണ്ടും നടന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ചുറ്റും നടന്നു. അപ്പോൾ ഞാനും കൂടെ ഒന്ന് ഇട്ട് സഹായിക്കും. നമ്മളിതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വെള്ളേക്ക് മണ്ണിട്ട് കൊടുക്കാം. ഓക്കെ, റെഡ് ചാണകം ഇട്ട് കൊടുക്കാനകത്തോട്ട്. അമ്മയാണ് അത് ഇടിച്ചു കൊടുത്തോളൂ, അത് ഞാൻ തൊടത്തില്ല. ഓക്കെ, ഇനി നമുക്ക് ഒരു ലെയർ മണ്ണും കൂടെ ഇടാം, എന്നിട്ട് ചെടി വെക്കാം. ഓക്കെ, നമ്മുടെ ചെടിച്ചട്ടി താങ്ങുന്ന അത്രയും മണ്ണൊക്കെ മതി കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഇത് സ്ക്രൂ ആണെങ്കിലും നമ്മൾ അതിനൊരു മൈത്തിലൊക്കെ ഇടണ്ടേ. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഇനിയൊരു ചെടി പ്ലേസ് ചെയ്യാം. നമ്മളുടെ കയ്യിൽ നിന്ന് ഇരിക്കുന്ന എല്ലാം നിറയെ മെഡിസിനൽ പ്ലാന്റ്സ് ആണ്. പിന്നെ 5 മണി 10 മണി എന്ന് പറഞ്ഞ ഒരു ചെടിയില്ലേ, ആ ചെടിയുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അമ്മയെ കൊണ്ട് തന്നെ നടിയിപ്പിക്കുക. അമ്മ വാമതൊന്ന് നട്ടുക ഐശ്വര്യമായിട്ട് നമ്മുടെ വെർട്ടിക്കൽ ഗാർഡനിലേക്ക്. വളർന്ന് പന്തളിക്കണേ. ചാണകമൊക്കെ കുഴച്ചുകൊണ്ട് നെയ്യമ്മ. വെരി ഗുഡ്. അതേപോലെ ഞങ്ങൾ എല്ലാ ചട്ടികളിലും നിറച്ചിട്ട് ഇനി ഹാങ് ചെയ്യുന്നതായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അമ്മ എപ്പോൾ അവിടെ കൃഷി നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ആ സമയം കൊണ്ടുതാ ഈ പിച്ചിയുടെ തണ്ട്, പിച്ചിപ്പൂ ഇല്ലേ, അപ്പം ഞാൻ ഇതിൻ്റെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിട്ട് വരാം. അപ്പോൾ എനിക്ക് പിച്ചിപ്പൂവിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ വീട്ടിൽ പണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കൊണ്ട് നട്ടിട്ട് വരാവേ. അപ്പോഴേ അമ്മ അവിടെ
വെർട്ടിക്കൽ ഗാർഡൻ റെഡിയായി. കുറച്ച് ബാക്കിയൊന്ന് പെയിന്റ് വെച്ചിട്ട് ആ താഴെ ഇരിക്കുന്നൊരു കുളം കണ്ടോ, ഞാൻ ഒന്ന് പെയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. കണ്ടോ, ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ. ഇതിൽ നമുക്ക് ഈ സമയത്ത് ആവശ്യമായിട്ടുള്ള കുറച്ച് ആയുർവേദിക് പ്ലാന്റ്സ് കൂടെ ഞാൻ നട്ടിട്ടുണ്ട്. 5 മണി ഞാൻ വേറൊരു പാത്രത്തിനകത്ത് നട്ടു കേട്ടോ. ഇത് ഞാൻ ഇതിനകത്ത് ഒരു മണി പ്ലാന്റ് പോലത്തെ ഒരു പ്ലാന്റ്, പിന്നെ തുളസിയാണ് പ്ലാന്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ പോട്ടിന്റെ കളറും ആ ഒരു കോമ്പിനേഷനും ഒക്കെ ഇഷ്ടപ്പെട്ടു. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ ചട്ടി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചിരട്ട വെച്ചും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.